സാങ്കിൻ ഡ്രിങ്ക്സ് എടുക്കാൻ പോകുമ്പോൾ സുഹൂക്ക് ഇവിടെ അടുത്ത് ചോദിക്കും എന്ത് ഉദ്ദേശത്തിലാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന്. അപ്പം അത് ഞാൻ പറഞ്ഞിട്ട് വേണം അറിയാൻ, എൻ്റെ സാഹചര്യം അറിയാലോ. എനിക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നും അല്ല, നിവൃത്തിയില്ലാത്തതുകൊണ്ട് വന്നതാ. ഇയാളെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഒന്ന് മിണ്ടാതിരിക്കെങ്കിലും ചെയ്യണമെന്ന് ഇവിടെ സുഹൂക്കിൻ്റെ അടുത്ത് പറയും. അന്നേരത്തേക്ക് സാങ്കിൻ തിരിച്ചു വരും. എന്തുകൊണ്ടാണ് പെട്ടെന്ന് മനസ്സ് മാറിയതെന്ന് സാങ്കിൻ ചോദിക്കും. അപ്പം ബോറ പറയുന്നത് ഞാൻ പറ്റത്തില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു, ജസ്റ്റ് ഒന്ന് ആദ്യത്തെ പ്രാവശ്യം റെഫ്യൂസ് ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞതാണെന്ന് പറയും. അപ്പോൾ സുഹൂക്ക് പറയാം അങ്ങനെയല്ല, എന്നോട് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ലൈഫ് സ്റ്റോറി ഒന്നും ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ട് കാശുണ്ടാക്കേണ്ട ആവശ്യം എനിക്ക് ഇല്ലാന്ന് തന്നെയാണ് എന്നോട് പറഞ്ഞതെന്ന് പറയും. അപ്പോൾ ഇവർക്ക് ദേഷ്യം വരും. ഇങ്ങനെ നോക്കി മിണ്ടാതിരിക്കാനൊക്കെ ഇവനെ കാണിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസമാണ് മെയിൽ കണ്ടത്, അത് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് കോൺട്രാക്ട് സൈൻ ചെയ്യണമെന്ന് തോന്നി എന്ന് ഇവള് പറയുന്നുണ്ടേ. സുഹൂക്ക് ചോദിക്കും അങ്ങനെ പറയരുത്, കോൺട്രാക്റ്റിലെ ടേംസ് ഒക്കെ കണ്ടപ്പോൾ അത് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് സൈൻ ചെയ്യാൻ തീരുമാനിച്ചു എന്ന് പറയാനായിട്ട് പറയും. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച പരാജയം വേറൊരാൾക്ക് ഇൻസ്പിറേഷൻ ആകാനായിട്ട് സാധ്യതയുണ്ടെന്ന് സാങ്കിൻ പറഞ്ഞത് എനിക്ക് സ്ട്രൈക്ക് ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ ഈ കോൺട്രാക്ട് സൈൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചതെന്നും ബോറ പറയും. വേറെ ബുക്സും ഒക്കെ ആയിട്ട് മുമ്പിലോട്ട് പോയതുകൊണ്ട് കുറച്ച് ടൈറ്റ് ആണ്, അതുകൊണ്ട് ഇപ്പോൾ കോൺട്രാക്ട് സൈൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല, ഭാവിയിൽ എപ്പോഴെങ്കിലും നമുക്ക് സൈൻ ചെയ്യാമെന്ന് നേരം സാങ്കിൻ പറയും. അപ്പോൾ ഇവക്കാണെങ്കിൽ ഇപ്പം തന്നെ സൈൻ ചെയ്താലേ പറ്റുള്ളൂ. അന്നേരം അവൾ പറയുന്നത് ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോൾ കുറേ ക്രിയേറ്റീവ് ഐഡിയാസ് ഒക്കെ എനിക്ക് വന്നിട്ടുണ്ട്, എന്ത് വന്നാലും എഴുതണം എന്നൊരു ഇൻസ്പിറേഷനോട് കൂടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത്, വേണ്ടെങ്കിൽ വേണ്ട കുഴപ്പമില്ല എന്ന് പറയുമ്പോഴത്തേക്കും സാങ്കിനും ഇൻട്രസ്റ്റ് ആവും. അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്ത് എഴുതാനാണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ബോറെടുത്ത് ചോദിക്കും. ഇതിനു മുമ്പിലുള്ള 3 ബുക്കിലും ഞാൻ റൊമാൻറ്റിക് റിലേഷൻഷിപ്സ് എങ്ങനെ ആയിരിക്കണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഒരു കാര്യം മിസ്സിംഗ് ആയിരുന്നു, ഒരു ബ്രേക്കപ്പ് സംഭവിച്ചാൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ അതിലൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ഈ ബുക്കിൽ ഞാൻ അതാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം എൻ്റെ അവസ്ഥയിൽ നോക്കുവാണെങ്കിൽ എനിക്ക് റിവെഞ്ച് ആണ് വേണ്ടുന്നത്. എന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ട് പോയ ആള് എൻ്റെ അടുത്ത് തിരിച്ച് കരഞ്ഞ് വന്ന് കാല് പിടിക്കുന്നത് എനിക്ക് കാണണം എന്നിവിടെ പറയുന്നുണ്ട്. സാങ്കി ചോദിക്കും അപ്പോൾ അതിനുശേഷം നിങ്ങൾ വീണ്ടും പഴയതുപോലെ ആവുമോ അതോ ബോറയുടെ റിവെഞ്ച് ആണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും അയാൾ തിരിച്ച് എൻ്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു കഴിയുമ്പോൾ എന്ത് വേണമെന്ന് ഞാൻ അന്നേരെ തീരുമാനിക്കുകയുള്ളൂ. പിന്നെ കുറേ ടിപ്സ് ഒക്കെ ഉണ്ട്, ഞാൻ എങ്ങനെയാണ് ഈ ബ്രേക്കപ്പിനെ ഓവർകം ചെയ്തത്, നമുക്ക് കിട്ടിയ ഗിഫ്റ്റ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഈ ബുക്കിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് പറയും. ഇത് കേൾക്കുമ്പോഴത്തേക്കും സാങ്കിന് കൂടുതൽ ഇൻട്രസ്റ്റ് ആവും. പക്ഷെ ഫൈനൽ ഡിസിഷൻ സുഹൂക്കിൻ്റെ ആണെന്ന് പറയും. അങ്ങനെ കുറച്ച് നേരം കൂടിയൊക്കെ ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് ഇവർ കോൺട്രാക്ട് സൈൻ ചെയ്യുന്നത്. അവർ തന്നെ പബ്ലിഷിംഗ് കമ്പനിയിൽ നിന്ന് ഒരു ഡിന്നറിന് പോകുന്നുണ്ടായിരുന്നു. അതറിയുമ്പോഴത്തേക്കും ബോറയും അവരുടെ കൂടെ പോയി ജോയിൻ ചെയ്യും. ബോറയ്ക്ക് ആൽക്കഹോൾ കുടിച്ചുകൂടല്ലോ, പക്ഷെ അവള് ബിയർ കുടിച്ചിട്ട് ക്ഷീണം കാരണം ഉറങ്ങിപ്പോകും. അന്നേരമാണ് ബാക്കി എല്ലാവരും അടുത്ത റൗണ്ടിന് വേണ്ടിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത്. സാങ്കിൻ വീട്ടിലേക്കും പോകും. അപ്പോൾ ഇവക്ക് കൂട്ടിരിക്കുന്നത് സുഹൂക്കാണ്. ഓണം കഴിഞ്ഞ് നോക്കുമ്പോൾ എല്ലാവരും വീട്ടിൽ പോയിട്ടുണ്ടാവും. അപ്പോൾ സുഹൂക്ക് അടുത്ത് ചോദിക്കും ബുക്കിൽ എന്താണ് എഴുതാൻ പോകുന്നത്, എക്സിനെ തിരിച്ച് എങ്ങനെയാണ് വിൻ ചെയ്യാനായിട്ട് പോകുന്നത്, എന്താണ് ഇയാളുടെ സ്ട്രാറ്റജി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പറയുന്നത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സിറ്റുവേഷൻ അനലൈസ് ചെയ്യുക, എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുക, അത് അക്സെപ്റ്റ് ചെയ്യുക എന്നാണ്. എൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് ഞാൻ ജുവാനെയാണ് കൂടുതൽ സ്നേഹിച്ചിരുന്നത്, ജുവാൻ തിരിച്ചല്ല. എൻ്റെ ഇഷ്ടമുണ്ടായിരുന്ന സ്വഭാവങ്ങളെല്ലാം കുറച്ച് കഴിഞ്ഞപ്പോൾ ജുവാന് സഫക്കേറ്റിംഗ് ആയിട്ട് തോന്നി എന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. അതെന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല, അത് മാത്രമേ ഉള്ളൂ എനിക്ക് മനസ്സിലാകാത്തത്. പക്ഷെ ആളുകൾ മാറുമല്ലോ, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്തു എന്ന് അവൾ പറയും. അപ്പോൾ സുഹൂക്ക് അവളുടെ അടുത്ത് പറയുന്നത് ആ പറഞ്ഞ നിമിഷത്തിൽ ആ പറഞ്ഞ സമയത്ത് ജുവാൻ അത് മീൻ ചെയ്തിട്ടുണ്ടാവും, സമയം പോയപ്പോൾ അതും മാറിയിട്ടുണ്ടാവും, ആ ഫീലിംഗ് മാറിയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞതെന്ന് പറയും. ബോറ അവൻ്റെ അടുത്ത് ചോദിക്കും നിങ്ങളുടെ റീസൺ എന്തായിരുന്നു. അപ്പൊ ഞാൻ ഞങ്ങളുടെ റിലേഷൻ ഡിഫൈൻ ചെയ്തിരുന്നില്ല, ആ കുട്ടിയോട് ഇഷ്ടമാണെന്നോ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്നോ ഞാൻ പറഞ്ഞിരുന്നില്ല, അതുകൊണ്ടാണ് ബ്രേക്കപ്പ് ആയതെന്ന് അവൻ പറയുമ്പോഴത്തേക്കും അപ്പോൾ ഇയാളുടെ അഭിമാനം വെച്ചുകൊണ്ടിരുന്നു, ആ കുട്ടിയുടെ അടുത്ത് അത് തുറന്നൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷൻ പഴയതുപോലെ തന്നെ ഉണ്ടാവുമായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കും. ഗെറ്റ് ടുഗദറിന് ഇവർക്ക് അവിടെ ആൽക്കഹോളും സംഭവങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഇവർക്ക് കുടിച്ചുകൂടല്ലോ. സുഹൂക്ക് അവളുടെ അടുത്ത് പറയുന്നുണ്ട് ഇവിടെ ആരും നിർബന്ധിക്കത്തില്ല, ഇയാൾക്ക് കുടിച്ചുകൂടാന്ന് ഡോക്ടർ പറഞ്ഞാണ്, ഇയാൾ ഇത് കുടിക്കേണ്ട ആവശ്യമില്ല, അപ്പം ബിയർ അല്ലേ അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ പറഞ്ഞത് കേൾക്കാതെ അവിടെ ഇരുന്ന് ബിയറൊക്കെ കുറെ കുടിച്ചു തീർക്കും. കുറച്ച് കഴിയുമ്പോൾ ഇവർക്ക് ബോധമില്ല. അങ്ങനെയാണ് ബസ്സിൽ കയറുന്നത്. അപ്പൊ ഇവനെ വിളിച്ചോണ്ടാണ് കയറുന്നത്. രണ്ടുപേരും ഒരു സ്ഥലത്തേക്കാണ്, ഇവന്റെ വീട് അടുത്താണെന്നാണല്ലോ ഇവൻ പറഞ്ഞിരുന്നത്, അതുകൊണ്ട് അവനെ വിളിച്ചോണ്ടാണ് കയറുന്നത്. കയറി കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഉറച്ച് സംസാരിക്കാനൊക്കെ തുടങ്ങും. ശല്യം സഹിക്കാൻ വയ്യാതെ അടുത്തിരുന്ന പയ്യൻ എഴുന്നേറ്റ് പോകും. അത് കഴിയുമ്പോൾ സുഹൂക്കാണ് അടുത്തിരിക്കുന്നത്, ഒന്നും മിണ്ടാതിരിക്കാമോ എന്നൊക്കെ ഇവൻ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇവളൊന്നും കേൾക്കത്തില്ല. കുറച്ച് കഴിയുമ്പോഴത്തേനും പറയും അതെ അത്രയും ബിയറെല്ലാം കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ബാത്റൂമിൽ പോകണം, എനിക്ക് ഇപ്പോൾ ഇവിടെ ഇറങ്ങിയാലേ പറ്റത്തുള്ളൂ എന്ന് പറയും. ഇവരങ്ങനെ അടുത്ത സ്റ്റോപ്പിൽ തന്നെ ഇറങ്ങും. എന്നിട്ട് റെസ്റ്റ് റൂം അന്വേഷിച്ച് അവിടെ നടക്കും. പക്ഷെ അവിടെ റെസ്റ്റ് റൂം ഇല്ല. ഇവക്ക് അത്യാവശ്യമായിട്ട് പോവുകയും വേണം. അവസാനം അവിടെ ഇരുട്ട് നിറഞ്ഞ സ്ഥലത്ത് കുറെ കാർ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ബാക്കിൽ പോയിട്ടാണ് ഇവൾ കാര്യം സാധിക്കുന്നത്. പിറ്റേ ദിവസം യൂറിയാണ് ആദ്യം ഓഫീസിലേക്ക് വരുന്നത്. പുറകെ സാങ്ജിനും വരും. വേറെ ആരും വന്നിട്ടില്ല. അപ്പൊ എല്ലാവരും ലേറ്റ് ആണല്ലേ എന്ന് സാങ്ജിൻ ചോദിക്കുമ്പോഴത്തേക്കിനും ഇവരുടെ ഗ്രൂപ്പ് ചാറ്റിൽ സാങ്ജിൻ വന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് യൂറിക്ക് മെസ്സേജ് ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ വന്നിട്ടുണ്ട്, നമ്മൾ എല്ലാവർക്കും മെസ്സേജ് അയക്കും.
എല്ലാവരും വന്നു കഴിയുമ്പോൾ സാങ്കിന് ഓരോരുത്തരുടെയും അടുത്ത് പോയി അവരെ വഴക്ക് പറയും. അതായത് തലേ ദിവസം ഇവര് ഗെറ്റ് ടുഗദറിന് ചെന്നപ്പോൾ നിങ്ങൾക്ക് എന്നെ കുറിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പറഞ്ഞോളാൻ സാങ്കിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നേരം എല്ലാവരും ഇവനെ കുറ്റം പറയുന്നുണ്ട്. എന്തിനാണ് ഞങ്ങളുടെ സമയത്ത് അങ്ങനെ ആയിരുന്നു എന്ന് എപ്പോഴും പറയുന്നതെന്ന് ഒരാൾ ചോദിക്കും. മറ്റേ ആളാണെങ്കിൽ പറയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് എന്തിനാണ് എപ്പോഴും പറയുന്നത്, ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്, ഞങ്ങൾക്ക് സാങ്ഷൻ അല്ലാതെ ഇല്ലാതെ വേറെ ഗ്രൂപ്പ് ചാറ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ഇവന് ഫീൽ ചെയ്തിട്ടുണ്ട്. അതെല്ലാം മനസ്സിൽ വെച്ചിട്ടാണ് ഇവരോട് സംസാരിക്കുന്നതും പെരുമാറുന്നത്. സൂഹുക്ക് വരുന്ന എണ്ണ ഇന്നലെ ബോറെ വീട്ടിൽ കൊണ്ട് വിട്ടായിരുന്നു, എന്ത് സംഭവിച്ചു എന്നൊക്കെ ചോദിക്കും. സംഭവിച്ച കാര്യങ്ങളൊന്നും സൂഹുക്ക് പറയത്തില്ല. പക്ഷെ എനിക്ക് മെന്റലിയും ഇമോഷണലിയും ഞാൻ ഡ്രെയിൻഡ് ആണ്, അതുകൊണ്ട് സാലറി കൂട്ടി തരണം എന്ന് മാത്രമാണ് സാങ്സിന്റെ അടുത്ത് അവൻ പറയുന്നത്. പിറ്റേ ദിവസം ആണെന്ന് കഴിയുമ്പോഴത്തേക്കും ബോറയ്ക്ക് തലേദിവസം സംഭവിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. സൂഹുക്കിനെ ഇനി എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് അവർക്ക് അറിയത്തില്ല. നടന്ന കാര്യങ്ങളൊക്കെ ഇവളെ യൂജങ്ങിന്റെ അടുത്ത് പറയും. യൂജങ് ഇവളെ കളിയാക്കിയൊക്കെ ചിരിക്കും. എന്തായാലും എനിക്കിനിയും കുറച്ച് ദിവസത്തേക്ക് സൂഹുക്കിനെ ഫേസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല, ഞാനത് ഒഴിവാക്കാനായിട്ട് പോവാണ്. ഞങ്ങൾക്ക് ഉടനെ തന്നെ ഒരു മീറ്റിംഗ് ഒക്കെ ഉണ്ട്, ബുക്കിന്റെ കാര്യങ്ങളൊക്കെ കോൺട്രാക്ട് ഒക്കെ സൈൻ ചെയ്ത് കഴിഞ്ഞു, എന്ത് ചെയ്യും എന്ന് എനിക്ക് അറിയത്തില്ല എന്നൊക്കെ ഇവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യൂജങ് പറയാം അങ്ങനെയൊന്നും പേടിക്കണ്ട, കാര്യം പറഞ്ഞാൽ ഒരു ഹിന്റ് മനസ്സിലാകാത്ത ആൾക്കാരൊന്നുമില്ല, നീ അങ്ങനെ എന്തെങ്കിലും മെസ്സേജ് അയച്ചാൽ മതി എന്ന് പറയും. സൂഹുക്കിന് അങ്ങനെ ഹിന്റ് ഒന്നും മനസ്സിലാകാറില്ല എന്ന് ബോറ പറയുന്ന സമയത്ത് തന്നെ സൂഹുക്ക് ഇവളെ വിളിക്കും. അപ്പൊ അവള് ഫോൺ കട്ട് ചെയ്യും. അന്നേരം യൂജങ് പറയും ഞാൻ പറയുന്ന കൂട്ട് അവന് മെസ്സേജ് അയക്കാൻ. അപ്പൊ ഇവളിങ്ങനെ ചിന്തിക്കാതെയാണ് ഇരിക്കുന്നത്. ഞാൻ ഉറങ്ങുവാണ്, അതുകൊണ്ട് എനിക്കിപ്പം ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് യൂജങ് പറഞ്ഞു കൊടുക്കുന്നത്. ഇവൾ അതുപോലെ തന്നെ മെസ്സേജ് അയക്കും. ഈ മെസ്സേജ് കാണുമ്പോൾ സൂഹുക്കിന് ദേഷ്യം വരും. ബോറ പറഞ്ഞു വിട്ടു ഇവന് ഹിന്റ് ഒന്നും മനസ്സിലാകത്തില്ല, അവൾക്ക് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നൊന്നും ഇവൻ മനസ്സിലാക്കുന്നില്ല. അന്നേരം ജിൻമു അവളുടെ അടുത്ത് വന്നിട്ട് എനിക്കൊരു അഡ്വൈസ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് വരും. ഇപ്പൊ ഞാൻ ആ പരിപാടിയൊക്കെ നിർത്തിയെന്ന് പറയുമ്പോഴത്തേക്കും ഇല്ല ഞാൻ പറയുന്നതെന്ന് കേക്ക്, എന്റെ ഡെസ്റ്റിനിയാണ്, ഞാൻ ഒരു പെൺകുട്ടിയെ മീറ്റ് ചെയ്തു, എങ്ങനെയാണ് മീറ്റ് ചെയ്തത്, ക്ലബ്ബിലാണ് മീറ്റ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു കൊടുക്കും. പെൺകുട്ടി ആരാണെന്ന് മാത്രം പറയുന്നില്ല. അപ്പോ ഇനി ഒരു മെസ്സേജും കൂടെ അയക്കുവാണെങ്കിൽ എന്നെ ബ്ലോക്ക് ചെയ്യുമെന്നാണ് കുട്ടി പറഞ്ഞേക്കുന്നത്, അത് എന്റെ അടുത്ത ചാൻസ് ആയിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് എന്ന് പറയുമ്പോൾ ബോറ പറയും എന്തായാലും ആ ചാൻസ് എടുക്കണ്ട തൽക്കാലം, ഇയാള് പറഞ്ഞല്ലോ ഡെസ്റ്റിനി ആണെന്ന്, അങ്ങനെയാണെങ്കിൽ ഇയാള് വീണ്ടും ആ കുട്ടിയെ മീറ്റ് ചെയ്യും, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാനാണ് ബോറ പറഞ്ഞു കൊടുക്കുന്നത്. ജിൻവു അവരുടെ വീടിന് താഴെ അണ്ടർഗ്രൗണ്ടിൽ ബേസ്മെന്റിൽ ഒരു റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെ ഇരുന്ന് അവന് ഗെയിംസ് കളിക്കാനും എന്തെങ്കിലും മാച്ച് വരുമ്പോൾ അത് വാച്ച് ചെയ്യാനും എല്ലാം ആണ് ആ റൂം അവൻ റെഡിയാക്കി വെച്ചേക്കുന്നത്. അതിനെപ്പറ്റി യൂജ് അങ്ങനെ അറിയത്തില്ല. അവിടെയാണ് ജിൻഹോയെ താമസിപ്പിച്ചേക്കുന്നത്. അപ്പൊ ജിൻഹോ വന്നിട്ട് ജിൻഹുവിന്റെ അടുത്ത് പറയും ഞാൻ ഇവിടെ താമസിക്കുകയാണെന്ന് യൂജങ്ങിന്റെ അടുത്ത് പറയട്ടെ, എത്ര നാൾ ഞാൻ ഇങ്ങനെ ഒളിച്ചു താമസിക്കും, ഇന്ന് ബോറ എടുത്ത് സംസാരിച്ചപ്പോൾ ഇവിടെ വേറെ ആരോ ഉള്ളതായിട്ട് തോന്നുന്നു, എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടെന്ന് യൂജങ് പറയുന്നതായിട്ട് ഞാൻ കേട്ടു, നമുക്ക് പറയണ്ടേന്ന് ചോദിക്കും. അപ്പൊ ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായിട്ടിരിക്കുകയാണ്, അവളുടെ മൂഡ് ശരിയല്ല, ആ വഴക്ക് പരിഹരിച്ച് കഴിയുമ്പോൾ ഞാൻ അവളോട് പറഞ്ഞോളാം, നീ അതിനെക്കുറിച്ച് ഓർത്ത് പേടിക്കണ്ട, ഈ സ്പേസിനെ പറ്റി യൂജങ്ങിന് അറിയത്തില്ല, നിന്നെ ഞാൻ ഇവിടെ താമസിപ്പിച്ചേക്കുവാണെന്ന് പറയുവാണെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് അവളോട് പറയേണ്ടി വരും, അതെന്തായാലും ഇപ്പൊ നടക്കത്തില്ലെന്ന് പറയും. ബോറയും ബോമ്മയും പഴയ ഫ്ലാറ്റിൽ നിന്ന് മാറി പുതിയ ഫ്ലാറ്റിൽ താമസം തുടങ്ങും. ജിൻമു ഒന്ന് വീട്ടിൽ വരുമ്പോൾ പതിവിന് വിപരീതമായിട്ട് യൂജങ് അവിടെ ഡിന്നറൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവനെ സന്തോഷത്തോടു കൂടിയാണ് വെൽക്കം ചെയ്യുന്നത്. അപ്പം ബഹളമായിരുന്നല്ലോ, രണ്ടുപേരും വഴക്കായിരുന്നു, കുറെ നാളായിട്ട് മിണ്ടുന്നില്ല. അപ്പൊ എന്താണ് സംഭവം എന്ന് ആലോചിച്ചിട്ട് അവന് ടെൻഷൻ ആവും. കാരണം അവരുടെ ആനിവേഴ്സറി അല്ല, എൻഗേജ്മെന്റിന്റെ ആനിവേഴ്സറി അല്ല, രണ്ടുപേരുടെയും ബർത്ത്ഡേ അല്ല, പിന്നെ എന്തായിരിക്കും, അവൾ എന്തിനായിരിക്കും ഇത് ചെയ്തത്, എന്താണ് ഇവന്റ് എന്ന് അവന് ഓർമ്മ വരുന്നില്ല. യൂജങ് ആണെങ്കിൽ വരുന്നുണ്ടെ പറയുന്നത് നമ്മൾ ആദ്യമായിട്ട് ട്രിപ്പ് പോയ ദിവസമാണ് ഇന്ന്, അതുകൊണ്ടാണ് ഞാൻ സെലിബ്രേറ്റ് ചെയ്യാന്ന് വിചാരിച്ചതെന്നാണ്. ശരിക്കും അവൾക്കൊരു ബാഗ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, കുറെ നാളായിട്ട് അത് വാങ്ങിക്കാനായിട്ട് അവൾ നോക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഒരു റീസൺ അവൾ കണ്ടില്ല, അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് ആ ബാഗ് ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. പിന്നെ ഇത് കാണുമ്പോൾ ഫേമസ് ബ്രാൻഡിന്റെ ബാഗാണ്, വളരെ കോസ്റ്റ്ലി ആണ്. ഇത് കാണുമ്പോഴത്തേക്കും ജിനു ഇനി ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനം വാങ്ങിച്ചോ എന്ന് ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നാണ് അവൾ പറയുന്നത്. അത് കേൾക്കുമ്പോൾ ജിനുവിന് സങ്കടം വരും. അതിനാണ് ഈ ഡ്യൂപ്ലിക്കേറ്റ് സാധനം കൊണ്ട് നടക്കുന്നത്, ശരിക്കുള്ളത് വാങ്ങിച്ചുകൂടായിരുന്നോ, ഡ്യൂപ്ലിക്കേറ്റും കൊണ്ട് നടക്കണ്ട, അതിങ്ങി തരാനായിട്ട് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് വാങ്ങിക്കാനായിട്ട് പോകുമ്പോഴത്തേക്കും ഇവള് കൊടുക്കത്തില്ല, എന്നിട്ട് പൊട്ടിത്തെറിക്കും. ഈ ബാഗ് ഞാൻ എത്ര നാളായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് അറിയാമോ, എനിക്ക് സ്വന്തമായിട്ടൊരു ബാഗ് വാങ്ങിക്കാനും പറ്റത്തില്ലേ, അതിന് ഞാൻ നിങ്ങളുടെ സമ്മതം ചോദിക്കണമെന്നൊക്കെയാണ് ചോദിക്കുന്നത്. ജിൻമോന് അതൊന്നും പ്രശ്നമേ അല്ലായിരുന്നു, ശരിക്കുള്ളതാണോ, നീ ശരിക്കും വാങ്ങിച്ചതാണോ, കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ സംസാരിക്കുന്നത്. അപ്പൊ അവന് പ്രശ്നമില്ലാന്ന് കണ്ടു കഴിയുമ്പോഴത്തേനും യൂജങ്ങിനും ഓക്കെ ആവും. അങ്ങനെ രണ്ടുപേരും തമ്മിലുള്ള വഴക്കൊക്കെ കോംപ്രമൈസ് ആവും. ഇന്ന് നല്ല ചാൻസ് ആയിരുന്നല്ലോ, എന്താ പറയാഞ്ഞെന്ന് ജിനുവിന്റെ അടുത്ത് ജിൻഹോ ചോദിക്കുന്നുണ്ടേ അവൾ അത്രയും സന്തോഷത്തിലായിരുന്നു, അവളുടെ സന്തോഷം എനിക്ക് കളയാനായിട്ട് തോന്നിയില്ല എന്നാണ് അവനുണ്ടെ മറുപടി പറയുന്നത്. ബോമയുടെ കയ്യിൽ നിന്ന് ബോറയുടെ ഹുഡി വാങ്ങിക്കാനായിട്ട് വരുന്നത് ജിൻഹോയാണ്. വീണ്ടും കണ്ടു കഴിയുമ്പോഴത്തേക്കിനും ഇവന് ഭയങ്കര സന്തോഷമാവും, ഇത് തീർച്ചയായിട്ടും ഡെസ്റ്റിനി ആണെന്ന് അവൻ അങ്ങ് തീരുമാനിക്കും. അപ്പൊ നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയില്ലേ, ഇയാൾക്ക് എന്നെ ഡേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്നാണ് ഇവള് പറയുന്നത്. അപ്പൊ അങ്ങനെയല്ലല്ലോ, എക്സ് ബോയ് ഫ്രണ്ടിന്റെ ഗിഫ്റ്റ് ആണിത്, അതാണല്ലോ കൊടുത്തു തീർക്കുന്നതെന്നാണ് അതിൽ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇയാൾക്ക് ബോയ് ഫ്രണ്ട് ഒന്നും ഇല്ലാന്ന് എനിക്ക് അറിയാമെന്ന് ഇവൻ പറയും.
നമ്മൾ വീണ്ടും കണ്ടതല്ലേ, പിന്നെ ഒരിക്കൽ കൂടെ കാണുവാണെങ്കിൽ എന്നെ ഡേറ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് ഇവളുടെ പുറകെ നടക്കുമ്പോൾ എന്റെ പുറകെ വരരുതെന്ന് ഇവള് പറയും. അപ്പം ഞാൻ അത് സമ്മതമായിട്ട് വിചാരിക്കുകയാണ്, ഇനി നമ്മൾ കാണുവാണെങ്കിൽ എന്നെ ഡേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഇവൻ പോകുന്നത്. ആ സംഭവം നടന്നതിന്റെ പിറ്റേ ദിവസം മുതൽ സൂഹുക്ക് ബോറെ കോൺടാക്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഓരോ ദിവസവും അവൾ എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞ് ഇവരുടെ മീറ്റിംഗ് നീട്ടിക്കൊണ്ട് പോവുകയാണ്. അങ്ങനെ കുറേ ദിവസം കഴിയും. അവസാനം അവന്റെ ക്ഷമ നശിക്കും. നമ്മൾ നേരിട്ട് കാണണമെന്നൊന്നുമില്ല, ഓൺലൈൻ മീറ്റിംഗ് അറേഞ്ച് ചെയ്യാം, ഇപ്പൊ തന്നെ ഞാൻ ഇയാളെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അവൻ വീഡിയോ കോൾ ചെയ്യും. ബോറ ആണെങ്കിൽ അന്നേരം സുഹുവിന്റെ അടുത്ത് പറയുന്നത് അവൾക്ക് കഴുത്ത് വേദനയാണെന്നാണ്. അങ്ങനെ ഇവരുടെ മീറ്റിംഗ് ഇങ്ങനെ തുടങ്ങാൻ പോകുന്നതാണ് അവിടേക്ക് ബോമിയും യൂജങ്ങും കൂടി വരുന്നത്. ഇപ്പൊ പുതിയ ഫ്ലാറ്റ് കാണാൻ യൂജങ് അന്നേരമാണ് വരുന്നത്. ഹൗസ് വാമിംഗ് പാർട്ടി വേണമെന്നൊക്കെ ഓൾറെഡി അവളെ ബോറ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ പുതിയതായിട്ട് വീട് വാങ്ങിച്ചൊന്നുമില്ലല്ലോ, വാടകയ്ക്കല്ലേ മാറിയത്, അതിന്റെ ആവശ്യമില്ല എന്ന് അവൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ബോമിയെ വഴിക്ക് വെച്ച് കണ്ടപ്പോൾ യൂജങ് സാധനമൊക്കെ വാങ്ങിച്ചിട്ട് അവിടേക്ക് വരുന്നുണ്ട്. ഇവരെ കാണുമ്പോഴത്തേക്കും ബോറയ്ക്ക് ടെൻഷൻ ആവും, എന്തെങ്കിലും വിളിച്ച് പറയുവോ, ഇവളുടെ കള്ളത്തരം സുഹുക്കിന് മനസ്സിലാവുമോ എന്നുള്ള ടെൻഷനാണ്. യൂജങ് ആണെങ്കിൽ എക്സൈറ്റഡ് ആയിട്ട് എല്ലാ റൂമൊക്കെ പോയി നോക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ഒന്നും വേണ്ട, നീ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്, ഇത് എന്തുവാ ഇത്രയും സാധനമൊക്കെ എന്തിനാന്ന് ചോദിക്കുമ്പോൾ ഹൗസ് വാമിംഗ് പാർട്ടി ആണെന്ന് യൂജങ് പറയും. ഇപ്പൊ ഇന്ന് അതൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇവള് ടെൻഷനായിട്ട് യൂജങ്ങിനെ പറഞ്ഞു വിടാനായിട്ട് നോക്കും. ഇപ്പൊ എന്തിനാണ് നീ ഇത്ര ടെൻഷൻ കാണിക്കുന്നത്, ആ ലാപ്ടോപ്പിൽ നീ വേറെ എന്തോ കണ്ടോണ്ടിരിക്കുകയായിരുന്നില്ലേ, വാ നമുക്ക് ഒന്നിച്ച് കാണാം, എന്തോ വേണ്ടാത്തത് കണ്ടോണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് നേരെ ചെന്ന് നോക്കുമ്പോഴത്തേക്കും സുഹൂക്കിനെയാണ് കാണുന്നത്. അപ്പൊ ഹൗസ് വാമിംഗ് പാർട്ടി നടക്കുകയാണെന്നൊക്കെ സുഹൂക്ക് കേൾക്കുന്നുണ്ട്. അപ്പൊ അവനോട് കള്ളം പറഞ്ഞാണെന്ന് അവന് മനസ്സിലാവും. യൂജങ് വന്നിട്ട് നോക്കുമ്പോൾ സുഹൂക്കാണ്. അവിടെ ഉടനെ അയ്യോ സുഹൂക്കായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഹായ് ഒക്കെ പറയുമ്പോഴത്തേക്കും ബോമയും വന്നിരിക്കും. അയ്യോ അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് കണ്ട ആളല്ലേ, സുഖമാണോ എന്നൊക്കെ ചോദിച്ചാൽ അവളും സംസാരിക്കും. ഇത് കാണുമ്പോൾ ബോറയ്ക്കാണെങ്കിൽ ടെൻഷൻ കൂടും. വേറെ നിവൃത്തിയില്ലാതെ ബോറയും അവരുടെ കൂടെ വന്നിരിക്കും. അപ്പൊ ഇവർ രണ്ടുപേരാണെങ്കിൽ ഇവിടെ ഹൗസ് വാമിംഗ് പാർട്ടി നടക്കുകയാണ്, ഇവര് ഫ്ലാറ്റ് മാറി, അതുകൊണ്ട് സുഹൂക്കും വാ നമുക്ക് ഇന്ന് ഇവിടെ ഒന്നിച്ച് കൂടാം എന്നൊക്കെ പറഞ്ഞിട്ട് അവനെയും വിളിക്കും. ബോറ വന്നിരിക്കുമ്പോഴത്തേക്കിനും യൂജങ് ഇങ്ങനെ നോക്കിയിട്ട് ഇതെന്തിനാണ് കഴുത്തിലിട്ടേക്കുന്നത്, ഇത് തലയിൽ വെക്കാനുള്ള സാധനം അല്ലേ എന്ന് പറഞ്ഞ് അത് തിരിച്ചെടുത്ത് തലയിൽ വെച്ച് കൊടുക്കും. സുഹൂക്കിന് അന്നേരമാണ് മനസ്സിലാവുന്നത് ബോറ കള്ളം പറഞ്ഞാണെന്ന്. പക്ഷെ എന്തുകൊണ്ട് ഇവള് പറഞ്ഞു എന്ന് മാത്രം ഇവൻ ചിന്തിക്കുന്നില്ല. അപ്പൊ എന്തായാലും ഹൗസ് വാമിംഗ് പാർട്ടി ഒക്കെ നടക്കുകയല്ലേ, നടക്കട്ടെ എന്ന് ഇവൻ പറയും. ബോറ അന്നേരം ഒന്നും പറയാൻ പറ്റാതെ ഒരു ചമ്മിയ ചിരി ചിരിച്ചുകൊണ്ടിരിക്കും.